നമസ്കാരം. അതെ. നമ്മുടെ ശബരിമല വിഷയത്തിൽ കേരള ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊണ്ടുപോയി, അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി, തൽക്കാലം എന്തായാലും അത് നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞു. പക്ഷേ കണക്കുകൾ കൊണ്ടുവരണം. 99 മുതൽ ഈ ശബരിമല ക്ഷേത്രം സ്വർണം പൂശിയ കാലത്ത് തൊട്ട്, 99-ലാണല്ലോ നടക്കുന്നത്, അന്ന് മുതലുള്ള ഈ സ്വർണത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് രേഖകൾ ഇവിടെ എത്തണം. അത് ഒരു അശ്രദ്ധയും അതിൽ വരുത്തരുത്, അലസത കാണിക്കരുത്. എത്രയും പെട്ടെന്ന് രേഖകൾ ഹാജരാക്കണം. ശരിക്കും ഇപ്പോൾ തിരുവാഭരണ കമ്മീഷണർ അടക്കം പെട്ടിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? കോടതിയിൽ നിന്ന് നമുക്ക് ശബരിമല അയ്യപ്പൻ്റെ ഈ സ്വത്തുക്കൾ, പ്രത്യേകിച്ചും ഈ അമൂല്യമായ വസ്തുക്കൾ, സ്വർണം മാത്രമല്ല മറ്റു പലതുമുണ്ട്, അതൊക്കെ സംരക്ഷിക്കപ്പെടുമോ? ഇനിയെങ്കിലും ഭക്തർക്ക് നീതി ലഭിക്കും? ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ വളരെ ശ്ലാഘനീയമാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാധാരണഗതിയിൽ ക്ഷേത്ര ഭരണത്തിലേക്ക് കോടതികൾ ഇടപെടുന്നതിനോട് വിയോജിപ്പുള്ള ഒരാളാണ്. കേരളത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളുടെയും ഭരണത്തിൽ ഭരണപങ്കാളിത്തം കോടതി ഏറ്റെടുത്തിട്ടുണ്ട്. പല സ്ഥലത്തും കോടതി നിയോഗിച്ച ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റിസീവർ ഭരണം പോലെ ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ഭരണാധികാരി കോടതിയാണ്, സുപ്രീം കോടതി. അപ്പോൾ കോടതി അതിനുള്ള കാര്യമല്ല, അതിനുള്ളൊരു സംവിധാനം ആകരുത് എന്നൊക്കെ അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കയ്യോടിയോടുകൂടെ മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കോടതി ഇടപെടൽ അനിവാര്യമായിരിക്കും. കോടതി ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു എന്ന് മാത്രമല്ല, കോടതിയുടെ വളരെ ഉചിതമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ വിഷയത്തിൽ, ശബരിമലയിലെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഒരുപാട് ആശങ്കകളുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ കെടുകാര്യസ്ഥതയല്ല, ദേവസ്വം ബോർഡിൻ്റെ തട്ടിപ്പ് മനോഭാവം ആണ് ഇതിലുള്ളത്. എല്ലാ ആളുകൾക്കും പറ്റിയ കറവപ്പശുവായിട്ട് ശബരിമല മാറിയിട്ട് കാലങ്ങളായി. എല്ലായിടത്തേക്കും കൊള്ളപ്പണം കൊണ്ടുപോകാനുള്ള ഒരിടമായിട്ട് ശബരിമല മാറി. ശബരിമലയിൽ വരുന്ന സമ്പത്തുകളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയകരമാണ്. അവിടെ വരുന്ന സ്വർണ്ണമായിക്കോട്ടെ, രത്നക്കല്ലുകളായിക്കോട്ടെ, മറ്റ് വിശിഷ്ട വസ്തുക്കളായിക്കോട്ടെ, ഇത് എല്ലാം ഉൾപ്പെടെ പലതും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല, പലതും ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പരാതികൾ പല ആളുകളും, ദേവസ്വം ബോർഡിൽ മുൻപ് ഉണ്ടായിരുന്ന ആളുകളും ജോലിയിലുണ്ടായിരുന്ന ആളുകളും ഒക്കെ പലപ്പോഴായിട്ട് കാട്ടിയിട്ടുണ്ട്. പക്ഷേ പൂച്ചയ്ക്കാരും മണി കെട്ടും എന്നുള്ള മട്ടിലാണ് പലപ്പോഴും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ ഉള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശത്തിൽ അവിടെ ഇപ്പോഴും നിയോഗിക്കപ്പെട്ട ഒരു ജസ്റ്റിസ് ജയകൃഷ്ണൻ എന്നൊരാളുണ്ട്. അദ്ദേഹം ബെഞ്ച് രൂപീകരിച്ചിട്ടുണ്ട്. അതന്നെ. അല്ല, ഹൈക്കോടതിയുടെ പത്തനംതിട്ടയിലുള്ള ഒരു ജില്ലാ ജഡ്ജി ആണ് അതിൻ്റെ മേൽനോട്ട ചുമതല. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് റിപ്പോർട്ട് കൊടുത്ത് ഒരു വലിയ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇത് ഒരു വളരെ നിരുത്തരവാദപരമായിട്ടാണ്. ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ അതിന്റെ ഭരണ സംവിധാനം ആകെ കുത്തഴിഞ്ഞതുപോലെയാണ്. ഇല്ലെങ്കിൽ കോടതി 99 മുതലുള്ള സ്വർണത്തിന്റെ കണക്ക് ഹാജരാക്കാൻ ഇങ്ങനെ ആവശ്യപ്പെടില്ല എന്ന് മാത്രമല്ല, കോടതിയോട് തന്നെ എന്തൊക്കെ മലക്കമറിച്ചിലാണ് ദേവസ്വം ബോർഡ് കാണിച്ചത്. കോടതി ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിവിടെ ഇല്ല, അവിടെയാണുള്ളത്, അവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അത് ഉരുക്കിപ്പോയി. ഇങ്ങനെ ഇത് ആദ്യമേ തന്നെ പറയാവുന്ന, ക്ലാരിറ്റിയോടുകൂടെ പറയാവുന്ന ഒരു കാര്യം അങ്ങനെ പറയാതിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഉരുക്കിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഉരുക്കിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം മറ്റു രീതിയിൽ അത് മാറ്റപ്പെട്ടു എന്ന് ആണ് വിചാരിക്കാൻ സാധ്യത. ഈ ശബരിമലയിലുള്ള പഴയകാല സാധനങ്ങൾക്കെല്ലാം ആന്റിക് വാല്യൂ കൂടിയുണ്ട്, പുരാവസ്തു മൂല്യമുണ്ട്. ഈ 99 ചെറിയ കല്ലിന് പോലും അതുണ്ട്. ഉണ്ട്, കല്ലിന് പോലും ഉണ്ട്. അവിടെ സമർപ്പിക്കപ്പെടുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ പഴയ കുടുംബങ്ങളിൽ അയ്യപ്പൻ്റെ സ്മരണയിൽ വെച്ചിരിക്കുന്ന വെള്ളി വിളക്കുകൾ,
അവർ ആ കുടുംബത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റാതിരിക്കുമ്പോൾ 1000-500 വർഷം പഴക്കമുള്ള ഈ വിളക്കുകൾ കൊണ്ടുപോയി സമർപ്പിക്കുന്ന അയ്യപ്പനെ നടയിലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെയും ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോവുക. പുതിയ വിളക്ക് അവിടെ വരും, വിളക്കിന് വിളക്ക് വരും, 500 ഗ്രാമിന് പകരം 550 ഗ്രാമുള്ള വിളക്ക് അവിടെ വരും. പക്ഷെ അതിൻ്റെ ആൻറ്റിക് വാല്യൂ പോയി. അപ്പോൾ ഇവിടെ കെടുകാര്യസ്ഥതയുടെ വിദേശത്തെ മ്യൂസിയങ്ങളിലേക്കും കടത്തുന്നതാണ്. ഡൽഹി മ്യൂസിയത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ മുന്നേ പരാതി കേട്ടില്ലേ? അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, പഴയ പോലെ തന്നെയുണ്ട്. അല്ല, ഇറ്റലിയിലെ ഒരു മ്യൂസിയത്തിന്റെ കഥയൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വളരെ ശക്തമായിട്ട് പ്രചരിക്കുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ഡൽഹി മ്യൂസിയത്തിന്റെ കാര്യം കേട്ടിരുന്നു. എത്രമാത്രം വസ്തുതകൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ പല സാധനങ്ങളും കടത്തുന്നു. പല സാധനങ്ങൾ ഒറിജിനൽ സാധനങ്ങളൊക്കെ പോയി അതിന് പകരം തത്തുല്യമായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഗോൾഡിന് ഈ സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ഇതുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇത് വേറെ എന്തിനധികം പറയുന്നത്, കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് ഒരു കോയമ്പത്തൂരുള്ള ഒരു ക്രിസ്തുമത വിശ്വാസിയായ ആൾക്ക്, അയ്യപ്പ വിശ്വാസിയാണ് എന്ന് പറയാൻ വേണ്ടി നിവൃത്തിയില്ല, അദ്ദേഹം ഇറക്കിയ നോട്ടീസിൽ വരെ മുകളിൽ യേശുവേ ശരണം എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അയ്യപ്പൻ്റെ പേരിൽ നോട്ടീസ് ഇറക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് ശബരിമല സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കണം. ദേവസ്വം ബോർഡ് അതിന് പണം പിരിക്കുന്നതിന് അനുവാദം കൊടുത്തുകൊണ്ട് ലെറ്റർ കൊടുത്തു. അദ്ദേഹം പല ആളുകളിൽ നിന്നായിട്ട് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഒരു 8 ലക്ഷം രൂപയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ 8 ലക്ഷം രൂപ പോലും അതിനാകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പഞ്ചലോഹ വിഗ്രഹം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ശബരിമലയിൽ വേറെ വിഗ്രഹം? ശബരിമലയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഉത്തമമായിട്ടുള്ള ഒരു വിഗ്രഹം ആരാധ്യമായിട്ട് അവിടെ ഉണ്ട് എങ്കിൽ അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടുവെക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ എന്തിനാ വിഗ്രഹം? ഈ കാര്യത്തിൽ പോലും ദേവസ്വം ബോർഡിന് തട്ടിപ്പുണ്ട്. കാരണം ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ ധനസമാഹരണം തേർഡ് പാർട്ടി നടത്തും. ഈ തേർഡ് പാർട്ടി നടത്തുമ്പോൾ ഇത്ര ശതമാനം ഇവർക്കൊക്കെ കിട്ടും. ഇതൊന്നും ആർക്കും ഊഹിക്കാവുന്നൊരു സാഹചര്യമാണ്. ഈ കാര്യം കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കോടതി വിശദാംശങ്ങൾ ചോദിച്ചിരിക്കുക ഈ വിഷയം. മനസ്സിലായില്ലേ? ഇതെല്ലാം ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രി ഇതൊന്നും അറിയുന്നില്ല. ദേവസ്വം മന്ത്രി അറിയുന്നുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലുള്ള ദേവസ്വം മന്ത്രിമാർ ചെയ്യുന്ന എന്താ? ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ദേവസ്വം മന്ത്രിമാരുടെ ഇടപെടൽ നോക്കി. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി മാത്രമല്ല, ദേവസ്വം മന്ത്രിമാരുടെ ഒരു പരമ്പര നോക്കൂ. ദേവസ്വം മന്ത്രിമാരുടെ പരമ്പര നോക്കിയാൽ അറിയാം, തങ്ങളുടെ സ്വന്തക്കാരെ വെച്ച് അവിടെ കൈകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്ത് മുന്നേ ഉള്ളൊരു ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടായില്ലേ? തിരുവനന്തപുരത്തുള്ള സഹോദരൻ അവിടെ, അദ്ദേഹം തീരുമാനിക്കുന്നതാണ് ദേവസ്വം ബോർഡ്. ശബരിമല വിചാരിക്കുന്ന ആളുകൾക്ക് ലേലം കിട്ടും, വിചാരിക്കുന്ന ആളുകൾക്ക് സ്ഥാനം കിട്ടും, വിചാരിക്കുന്ന ആളുകൾ മാത്രമേ കൗണ്ടറിൽ കയറുള്ളൂ, വിചാരിക്കുന്ന ആളുകൾ മാത്രമേ ഹുണ്ടി ചെയ്യണുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കാര്യം പിന്നെ പറയാതിരിക്കുകയാണ് ഭേദം. അല്പമെങ്കിലും ഉത്തരവാദിത്വ ബോധമുണ്ട് എങ്കിൽ കൃത്യമായിട്ടും കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു, കൃത്യമായിട്ട് കൊടുക്കാനും പറ്റുമായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡിനെ മറികടന്ന് പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി ഒന്നുകിൽ ദേവസ്വം മന്ത്രിക്ക് ഇല്ല, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി കൂടി ഇതിൽ പങ്കാളിയാണ്. ഈ രണ്ടിലൊരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവതരമാണ്. അയ്യപ്പ വിശ്വാസികൾക്ക് ആശ്വാസകരമായിട്ടുള്ള നീക്കമാണ് ഈ വിഷയങ്ങളിലാകമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ. ശബരിമല കേന്ദ്രീകരിച്ച് തട്ടിപ്പുകളുടെ കൂടാരമാണ് ഇപ്പോൾ പറയേണ്ടത്. തട്ടിപ്പുകളുടെ കൂടാരമാണ് ശബരിമല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കേണ്ടത്. ആവശ്യമില്ലാത്ത ഓരോരോ പുതിയ കൺസ്ട്രക്ഷൻ. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന കുളം ഇവിടെ മൂടിയിട്ട് നാളെ മറ്റൊരു കുളം അപ്പുറത്ത് ഉണ്ടാക്കുക, അപ്പുറത്തെ കുളം മൂടിയിട്ട് വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കുക. ഒരു തമാശ പറയായിരുന്നു. അപ്പോൾ എഞ്ചിനീയർ സ്ഥലം മാറി വന്നൊരു തമാശ, ശബരിമല കേന്ദ്രീകരിച്ചല്ല, ഒരു സാധാരണ ഗതിയിലുള്ള തമാശ. കീഴുദ്യോഗസ്ഥൻ പറയാണ് എഞ്ചിനീയറോട്, പുതുതായിട്ട് വന്ന എഞ്ചിനീയറോട് പറയാണ്, സാറേ അങ്ങയ്ക്ക് മുന്നേ വന്നിരുന്ന എഞ്ചിനീയർ മഹാ തട്ടിപ്പുകാരനായിരുന്നു, ഇവിടെ അങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുളം കുഴിച്ചു എന്ന് പറഞ്ഞിട്ട് കോടികളാണ് ആ സാറ് വെട്ടിച്ചത് എന്ന് പറഞ്ഞു. ഓ അങ്ങനെയുണ്ടായോ? അതൊരു കാര്യമുണ്ടല്ലോ, അത് മോശമല്ലേ? ഒരു കാര്യം ചെയ്യും, ആ കുളം പൊതുജനത്തിന് ശല്യമായതുകൊണ്ട് മൂടി എന്ന് പറഞ്ഞ് ഇത്ര കോടി കൂടെ വക മാറ്റിയേക്ക്, ഫയൽ ചെയ്താൽ വേണ്ടി പറഞ്ഞു. ആ കുളം അങ്ങ് മൂടി. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണുള്ളത് അവിടെ ശബരിമലയിൽ. ഇന്നത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇന്ന് പൊളിച്ചു കളയുന്നതിനും കോടികൾ, ഉണ്ടാക്കിയെടുക്കുന്നതിനും കോടികൾ. ഈ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞ വലിയടാ വലിയ എന്ന മട്ടിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇതൊരു ഓഡിറ്റബിൾ ആവുന്ന രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുന്നു. കോടതി വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ നമുക്ക് സങ്കടകരമായിരിക്കുന്നതെന്ന് വെച്ചാൽ
ഈ കാര്യത്തിൽ കൃത്യമായിട്ടും ഓഡിറ്റബിൾ ആക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ട സംവിധാനങ്ങൾ എല്ലാവരും നിശബ്ദമാണെന്നാണ്. ഒരൊറ്റ ഒരു അനക്കം ഒരു ഭാഗത്തൊന്നും ഉണ്ടാകും. അയ്യപ്പ ഭക്തന്മാരുടെ ഭാഗത്തുനിന്ന് കൂട്ടായിട്ടുണ്ടാവുന്നില്ല. എല്ലാവരും ഉള്ളിൽ പറയുന്നുണ്ട്, തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, എവിടെയെങ്കിലും ഒന്നും മൂവ് ചെയ്യുന്നില്ല. കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടലിൽ തന്നെ ആരൊക്കെ കക്ഷി ചേർന്നിട്ടാണെന്ന് നോക്കിയാലും മനസ്സിലാവും. അത് വാസ്തവത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബെഞ്ചിന്റെ ഈ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയത്. ഇതൊക്കെ ഒരു ഒറ്റയാൾ പോരാട്ടമോ, രണ്ടുപേര് കോടതിയിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട രണ്ടുപേര് മാത്രം ആർജവം കാണിക്കുന്നത് കൊണ്ട് സംഭവിച്ച ഒരു നേരെ പോക്കാണിത്. അത്തരത്തിൽ ആളുകൾക്ക് പോലും സംരക്ഷണം കൊടുക്കാനുള്ള ഒരു നീക്കം അയ്യപ്പ ഭക്തന്മാരുടെ ഭാഗത്ത് ഉണ്ടാവണം. ഇതാണ് എനിക്ക് ഈ വിഷയം. നിരവധി ഹിന്ദു സംഘടനകളും സേവാ സമിതികളും ഒരുപാട് അയ്യപ്പനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി സംഘടനകളാണ് കേരളത്തിലും വെളിയിലുമായിട്ടുള്ളത്. ഈ സംഘടനകളൊന്നും ഈ വിഷയത്തിൽ അത്രയും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. സത്യത്തിൽ ഇവരെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി ജാഗ്രതയോടെയുള്ള ഇടപെടൽ കൃത്യമായിട്ടും ജാഗ്രതയോടുകൂടിയുള്ള, അല്ലെങ്കിൽ ഈ ഒരൊറ്റ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് മുള്ളിന്റെ മുന്നിൽ നിൽക്കുന്ന പരിപാടിയാണ്. ഒരാൾക്ക് ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവ് അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനോ നിങ്ങളോ പോയിട്ട് ശബരിമലയിൽ വെക്കാൻ വേണ്ടി ഒരു വിഗ്രഹം ഉണ്ടാക്കണം, എനിക്ക് പണം പിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അനുമതി തരണം. അപ്പൊ ഞാൻ ഈ സാധനവും വെച്ച് ലെറ്ററും വെച്ചിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാരുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിക്കുക. എന്നിട്ട് ഞാൻ ഒരു 8 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 5 ലക്ഷത്തിന്റെ വിഗ്രഹം അവിടെ കൊണ്ടുപോകും. ദേവസ്വം ബോർഡിന്റെ ആളുകൾക്ക് കാശ് കൊടുത്താൽ മതിയല്ലോ. ഇത് ഏത് സ്ഥലത്ത് നടക്കും ഇതൊക്കെ? അപ്പം ഇതൊരു തട്ടിപ്പ് സംഘമായിട്ട് മാറി അതിൽ നിയന്ത്രണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും. ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വളരെ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ ശ്ലാഘനീയമാണ്, അതിനെ അഭിനന്ദിക്കേണ്ടതാണ്. എന്തായാലും ദേവസ്വം ബോർഡ് കൊടുക്കുന്ന കണക്കുകൾ അതിലാണ് ഇനി ഇനിയെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തല്ലോ, ഇനിയെങ്കിലും അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ, ശബരിമല സങ്കേതവുമായിട്ട് അതിനെ കേന്ദ്രീകരിച്ച് വിശ്വാസം കൊണ്ട് നടക്കുന്ന സംഘടനകൾ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടത്. അവർക്കും വേണമെങ്കിൽ കേസിൽ കക്ഷി ചേരാം. അവർക്ക് കേസിൽ കക്ഷി ചേരാം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നേ. ഇത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അവരുടെ ആകെയുള്ള പ്രതികരണം ഒരു പത്രപ്രസ്താവനയിൽ ഒതുങ്ങുകയാണ്. ഒരാളും നേരിട്ട് ഒരു കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ മുന്നിൽ പ്രകടനം ഇതാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ മന്ത്രിക്ക് ഒരു നിവേദനം. ഈ വിഷയത്തിൽ അവിടെ ഒതുങ്ങും. കടുത്ത നിയമ പോരാട്ടം ആവശ്യമുണ്ട്. പൊതുസമൂഹത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ പൊതുസമൂഹത്തിൽ സമ്മർദ്ദം വന്നാൽ എത്രമാത്രം ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും? സാധിക്കില്ല. ഇല്ല. സത്യത്തിൽ ഞാൻ പറയുന്നത് ഹൈക്കോടതി ഈ ഒറ്റ കാര്യത്തിന്റെ മേലെ ഇവരെ ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരെ ഒക്കെ മുള്ളിന്റെ മേലെ നിർത്തേണ്ടതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ തീർച്ചയായിട്ടും നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ചെറിയൊരു അനക്കം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഈ അനക്കം നമ്മൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് പലരെയും വിറപ്പിച്ചിരിക്കുന്നു ആ അനക്കം. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശബരിമല അയ്യപ്പന്റെ പേരിൽ നടക്കുന്ന ഈ തീവെട്ടിക്കൊള്ളയും ധൂർത്തും ഈ അനാവശ്യ ചെലവുകളും ഒക്കെ അവസാനിപ്പിച്ച് അത് ഭക്തർക്ക് ആശ്രയമേകുന്ന ഒരു മഹാസങ്കേതമായി അയ്യപ്പന്റെ അനുഗ്രഹവും ലഭിക്കുന്ന വിധത്തിൽ ശബരിമല മാറിത്തീരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.